അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പാലക്കാട് കൊടുവായൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതകഥ സിനിമയാകുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഒഴിയാതെ ഉടൻ തിയേറ്ററുകളിലെത്തും. ഇൻസൈഡ് ദി ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ ബാനറിൽ മേതിൽ കോമളൻകുട്ടിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇരുണ്ട ആകാശം കാണുന്നില്ലേ, അത് മാറിയ തുടുത്ത ആകാശം വരും. 1976 ഓഗസ്റ്റ് 6 അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ. അന്നായിരുന്നു കൊടുവായൂർ ഹൈസ്കൂളിലെ 19 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതായിരുന്നു ആ കുട്ടികൾക്കെതിരെയുള്ള കുറ്റം. ഈ നാടിന്റെ മുഴുവൻ വേദനയായ ആ 19 കുട്ടികൾ, അവരുടെ വീട്ടുകാർ, അവരെ വീണ്ടും ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒഴിയാതെ എന്ന സിനിമയുമായി നാട്ടുകാരൻ തന്നെയായ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ ഒരു സിനിമ എടുക്കുന്നത്. ഈ സിനിമ എടുക്കുമ്പോൾ ലൊക്കേഷനും അഭിനേതാക്കളും ഒക്കെ തന്നെ ഈ നാടും നാട്ടുകാരും തന്നെയാണ് എന്നതാണ് പ്രത്യേകത. അതെ, ഇവരെല്ലാവരും കൂടി ചേർന്നെടുത്തൊരു പടമാണ് ഇപ്പോൾ പൂർത്തിയായി തിയേറ്ററുകളിലെത്താൻ ഇരിക്കുന്നത്. ഇതാണ് സംവിധായകൻ. എന്തായിരുന്നു ഈ സിനിമയിലേക്ക് എത്താനുള്ളൊരു കാരണം? അതായത് പാലക്കാട് എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം, അന്ന് വായമൂടി കെട്ടിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് പുതിയ സമൂഹത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് അത് തന്നെയാണ് ഇതിലേക്ക് എത്താനുള്ള പ്രധാന കാരണം. ആ 19 പേരിൽ ഒരാളാണ്. അന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊക്കെ? ഞങ്ങൾ SFI പ്രവർത്തകരായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസിന്റെ സ്വാധീനത്തിൽ അറസ്റ്റ് ചെയ്യാണെന്നേ അറിയുള്ളൂ. പക്ഷെ ഇത്രയും ദൂരം നിങ്ങൾ അറസ്റ്റ് ചെയ്താലും അപ്പൊ തന്നെ വിട്ടയക്കുന്നു കരുതിയിരുന്നു. എത്ര ദിവസം ജയിലിൽ കിടന്നു? 21 ദിവസം കിടന്നു. അന്നത്തെ ഒരു അനുഭവം എന്തായിരുന്നു ജയിലിലും ലോക്കപ്പിലൊക്കെ? കാലത്തൊരു 9:30-ക്കാണ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വസ്ത്രം മാറ്റി അടിവസ്ത്രത്തോടെ ലോക്കപ്പിൽ കയറ്റി. അത് വൈകുന്നേരം 7:30 വരെയും ലോക്കപ്പിനകത്തായിരുന്നു. അന്ന് പ്രായം എത്ര? 14, 9ാം ക്ലാസ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വിടുന്നതാണ് ഉദ്ദേശിച്ചത്. രാത്രി വരെയും വെള്ളം പോലും പോലീസുകാർ തന്നില്ല. ഇന്നും ആ മാനസിക ഇന്നും അതിൻ്റെ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പിന്നിൽ തന്നെ വേട്ടയാടുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു റിമാൻഡ് കാലം കഴിഞ്ഞ് കോടതിയിൽ കൊണ്ടുവന്നു, വീണ്ടും റിമാൻഡ് നീട്ടി. ഹൈക്കോടതി ഇടപെട്ടാണ് ജാമ്യം കിട്ടിയത്. അമ്മ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രധാന വേഷം ചെയ്യുന്ന ആളാണ്. അഭിനയിക്കാനൊക്കെ അറിയായിരുന്നോ? ഇങ്ങനെ മുത്താപ്പ് കെട്ടിയത്, ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തുണി കൊണ്ട് കെട്ടിയത്. ആദ്യമായിട്ടല്ലേ? എന്ത് തോന്നി ആ ക്യാമറയുടെ മുന്നിൽ? ഒന്നും തോന്നിയില്ല. ഒരു പേടി ഉണ്ടായില്ല? ഇല്ല, പേടിയില്ല. എന്തിനാണ് പറഞ്ഞാൽ അവർ സ്കൂളിൽ എന്തൊക്കെയോ കുട്ടികൾ തമ്മിൽ തർക്കമായി, തല്ലി അടിച്ചു പറഞ്ഞാൽ അവർ പിടിച്ചു പോയി. ഇത്ര തന്നെ ഉള്ളൂ, വേറെ കാര്യത്തായിട്ടൊന്നും ഇല്ല. ഇത്ര ദിവസം ജയിലിൽ കിടക്കുന്നു വിചാരിച്ചില്ല? ഇല്ല, ഇപ്പൊ തന്നെ വരും, ഇപ്പൊ വരും പറഞ്ഞു കുത്തുന്നു. അന്നാകെ പേടിച്ചൂലേ? പേടിച്ചു. നാട്ടിലെ തന്നെ ഈ കുട്ടികളാണ് അന്നത്തെ ആ 19 വിദ്യാർത്ഥികളെ സിനിമയിൽ എത്തിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് സിനിമ ഷൂട്ടിംഗ് കാണുമായിരിക്കും, ആദ്യമായിട്ട് അഭിനയിക്കായിരിക്കും. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു സ്ക്രീനിൽ അഭിനയിക്കുന്നത്. പാലക്കാടൻ ഭാഷയിൽ ചെയ്തൊരു സിനിമയാണ്. സിറ്റുവേഷനൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തുടങ്ങിയ ശേഷം ശീലമായി. അപ്പോൾ എനിക്ക് വലിയൊരു റോൾ അല്ലെങ്കിൽ പോലും പറ്റുന്ന പോലെ തന്നെ ഞാനത് ചെയ്തിട്ട് എന്തായാലും ഭംഗിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാട്ടിലെ പ്രധാനപ്പെട്ട നടിമാരായി മാറിയിരിക്കുകയാണ് ഈ അമ്മമാര്. ആദ്യമായിട്ടാണോ ഷൂട്ടിംഗ് കാണുന്നുണ്ടായിരുന്നേ? ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ അഭിനയം? നന്നായി, സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അങ്ങനെ പോണു. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നു? പ്രതീക്ഷയിലില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അമ്മയോട് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പോയി ചോദിച്ചപ്പോൾ എന്തിനാണ് കുട്ടി അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇന്നും അറിഞ്ഞൂടാ. ആവോപ്പ മാനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ മറവിയിലേക്ക് പോവാതിരിക്കാൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഇത് തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും. പ്രശാന്ത് കുണിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.